വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, ഇന്നത്തെ നമ്മുടെ താരമായിട്ടുള്ള പ്രിയപ്പെട്ട നവനീതിൻ്റെ മാതാപിതാക്കൾ, സഹോദരൻ, പ്രിയപ്പെട്ടവരെ, സ്വാഗത, ഉദ്ഘാടന, അധ്യക്ഷ പ്രസംഗങ്ങളെല്ലാം വളരെ ഹ്രസ്വമായത് നേരത്തെ ശ്രീ എം എ ബേബി പറഞ്ഞതുപോലെ നവനീതിനെ കേൾക്കാൻ ഒരു അവസരമൊരുക്കലാണ്. അപ്പം അതിന് ഞാനും ഒരു ഭംഗമുണ്ടാക്കാനേ ഉദ്ദേശിക്കുന്നില്ല. 2024 ജനുവരിയിലാണ് എറണാകുളത്ത് TDN ഹാളിൽ ഭീമിൻ്റെ പരിപാടിയിൽ ഞാൻ ആദ്യമായി നവനീതിനെ കേൾക്കുന്നത്. മലയാളിയുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങൾ, പക്ഷെ അതുവരെ നമ്മളൊന്നും കേൾക്കാത്ത പുതിയ ഭാവത്തിലേക്ക്, വികാരത്തിലേക്ക്, താളത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ ഒരു വിസ്മയ അനുഭവമായിരുന്നു അന്ന് ആ ഹോളിലുണ്ടായത്. അതിൻ്റെ തുടർച്ചയായ പല ആവർത്തനങ്ങളും ഓരോ തവണയും കൂടുതൽ ആഴത്തിലുള്ള സഞ്ചാരത്തിലൂടെ നമ്മുടെ മുൻപിലേക്ക് എത്തുകയുണ്ടായി. കേരളത്തിൽ ജനിച്ച് ഇവിടെ നിന്ന് ഗാനങ്ങളിലൂടെ സംഗീതത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയ ഗാനഗന്ധർവൻ ഇപ്പോൾ അമേരിക്കയിലിരിക്കുമ്പോൾ, അമേരിക്കയിൽ ജനിച്ച് ആ ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ച് പഠിച്ച ഒരാൾ മലയാളിയുടെ പുതിയ പ്രതീകമായി ഉയർന്നു വരുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇനിമേറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഞാൻ ഏറ്റവും പ്രധാനമായും അഭിനന്ദിക്കുന്നത് ജൂറിയെയാണ്. കാരണം സമർപ്പണത്തിലൂടെ, എത്രയോ വർഷത്തിൻ്റെ സമർപ്പണത്തിലൂടെ ലബ്ധപ്രതിഷ്ഠരായ സംഗീതജ്ഞന്മാർക്ക് മാത്രം നൽകി വന്ന ദേവരാജൻ മാസ്റ്ററുടെ പേരിലുള്ള സ്വരലയ പുരസ്കാരം ഈ കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ചെറുപ്പക്കാരൻ നൽകാൻ കാണിച്ച ധൈര്യത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നേരത്തെ അവാർഡ് കൈമാറുമ്പോൾ സൂചിപ്പിച്ചതുപോലെ അംഗീകാരത്തോടൊപ്പം വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഞങ്ങളെല്ലാവരും കൂടി നവനീതിലേക്ക് കൈമാറിയിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം ഏറെ മലയാളിയെ സന്തോഷിപ്പിക്കട്ടെ, മലയാളിയുടെ ജീവിതത്തെ കുറെ കൂടി താളാത്മകമാകട്ടെ. മലയാളിയുടെ ഭാഷ മാത്രമല്ല, സംഗീതത്തിന് ഭാഷയില്ലാത്തത് കൊണ്ട് ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യരെ നിരന്തരം സന്തോഷിപ്പിക്കാൻ, പുതിയ ഭാവങ്ങളിലേക്കും വൈകാരികതകളിലേക്കും എത്തിക്കാൻ നവനീതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.